ഗൈസ് വെൽക്കം ടു സൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാർക്കറ്റ് ഇന്ന് നമ്മളൊരു ഓൾ ടൈം ഹൈ കണ്ടു. ഇന്നലെ നമ്മൾ സംസാരിച്ച പോലെ ട്രംപ് കോയിൻ ഒരു ട്രാപ്പാണോ എന്നുള്ളതിൽ നമ്മൾ ഇന്നലെ ട്രംപിൻ്റെ 75 നിന്ന് 45 കുറയുന്നതും കണ്ടു. ഒരുപാട് പേര് ഫ്യൂച്ചർ ട്രേഡ് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും. നമുക്കിത് നൽകുന്നൊരു സൂചന എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആര് കോയിൻസ് ഇറക്കിയാലും ഏത് ഫണ്ടമെൻ്റൽസ് തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണമാണ് അവിടെ ഇന്നലെ ഉണ്ടായത്. അതായത് ഈ ഫണ്ടമെൻറ്റ്സിൽ ഇല്ലാത്ത ഒരുപാട് പേര് കാണുന്ന ഹൈപ്പിൽ കയറുന്ന പല കോയിൻസിൻ്റെയും മാനിപ്പുലേഷൻ പവർ, ഈ പറയുന്ന വെയിൽസുകൾ വാങ്ങിക്കൂട്ടുന്നത് കൊണ്ടാണ് അതിൻ്റെ റേറ്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നതെന്നും ആ റേറ്റ് കയറ്റം കണ്ടിട്ട് പാവങ്ങളായ നമ്മളെ അട്രാക്റ്റ് ചെയ്ത ശേഷം അത് നേരെ പകുതിയാക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു. ഇതൊരു വലിയൊരു പാഠമായിട്ടാണ് നമ്മൾ എടുക്കണം. ശരി തന്നെയാണ്, നമ്മുടെ മുന്നിലേക്ക് ഈ പറയുന്ന ട്രംപ് ഇന്ന് വന്ന പല മീം കോയിൻസുകളും വന്നുകൊണ്ടിരിക്കും. ആര് കൊണ്ടുവന്നാലും മീമായിട്ട് തന്നെ നമ്മൾ കരുതിക്കൊണ്ടിരിക്കണം. ഇന്ന് നിങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ബുൾ മാർക്കറ്റാണ്. ഈ ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു ഗുണം, രണ്ട് തരം ഒരു ദോഷവും ഗുണം എന്ന് പറയുന്നത് അതൊരു ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്. നമ്മൾ കൈമിലൊരു ഫ്യൂച്ചർ ട്രേഡ് അല്ലെങ്കിൽ ഒരു സ്പോട്ട് ട്രേഡ് ആയാലും, ഒരു ഫ്യൂച്ചർ ട്രേഡിനെ കുറിച്ച് തന്നെ പറയാം. പഠിച്ചു വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ മുൻപ് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാം. അപ്പോൾ ഒരു USDT ഉണ്ട്, 24 മണിക്കൂർ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാവുന്ന എനിക്ക് അവസരങ്ങൾ. ഇപ്പോൾ ഉദാഹരണം $100 ഉണ്ട്, അതൊരു $50 കിട്ടി, പ്രോഫിറ്റ് $150 ആയാൽ നമ്മളുള്ളിൽ ഒരു ചിന്ത വരും, വീണ്ടും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കാം. എന്തിനാണ് ഞാൻ കളയുന്നത്, എന്തിനാണ് അവസരം കളയുന്നത്, ഇത് നല്ല പരിപാടിയില്ല, മാക്സിമം പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം എന്നുള്ള ചിന്തകൾ നമ്മളുള്ളിലേക്ക് വരികയും അത് നമുക്ക് ദോഷം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഇരുതല മൂർച്ചയുള്ള വാളിൻ്റെ ഇപ്പുറം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സേഫ്റ്റി ബട്ടൺ കൊടുക്കണം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മളെ നെഞ്ചത്തേക്ക് കയറാൻ വേണ്ടിക്ക് പറ്റാത്ത രീതിയിൽ അവിടെ മൂർച്ച മാത്രം വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ മൂവ്മെൻറ്റും. അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു വിഷയമായിരിക്കണം. ശരിയാണ്, നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ആദ്യമായിട്ടൊരു ഫീൽഡിലേക്ക് പ്രോഫിറ്റ് കാണുമ്പോൾ എന്തായാലും നമ്മളുള്ളിൽ തോന്നും, നമുക്കിങ്ങനെ ചെയ്തൂടെ, അത് ചെയ്തൂടെ, അത് 20x ഇട്ടൂടെ, ട്രംപിൻ്റെ കോയിൻ കയറുന്ന കാണുന്നില്ലേ, എല്ലാം റെഡിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്നലെ ഒരു സുഹൃത്ത് ഒരു ഉദാഹരണം പറഞ്ഞതെന്ന് പറഞ്ഞാൽ $2000 ട്രംപിൽ പ്രോഫിറ്റ് കിട്ടി, പക്ഷേ ബുക്ക് ചെയ്തിട്ടില്ല, ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് വാഷ് ഔട്ടായി പോയി എന്നുള്ള ഒരു സങ്കടകരമായ ഇത്തരം ന്യൂസുകൾ സജീവമായിട്ട് ഞാൻ കേൾക്കുന്നു. ഞാൻ നിങ്ങളോട് എന്തിനാണ് ഈ പറയുന്ന ഓരോ മാർക്കറ്റ് കണ്ടീഷൻ എത്തുമ്പോൾ എപ്പോഴും സെല്ലിങ്ങും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു, എന്തിനാണ് നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രോഫിറ്റ് 3x എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലിവറേജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹെവി ലിവറേജ് ഇട്ട് അത്രയും പ്രോഫിറ്റ് അല്ലേ, ഹെവി മാർക്കറ്റ് കണ്ടീഷൻ അല്ലേ, ട്രംപിൻ്റെ കോയിൻ എന്താ പ്രത്യേകം ബൈ ചെയ്യാൻ പറയായിരുന്നു, എന്താ സെല്ല് ഒന്നിനെക്കുറിച്ച് പറയാം, ഒരു വലിയ ലോസ് അല്ലേ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന വശങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ക്രിപ്റ്റോ മാർക്കറ്റ് ഡെയിലി മെസ്സേജുകൾ വരുന്ന ഒരാളാണ് ഞാൻ ഏകദേശം നമ്മുടെ ഈ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഡിഫറെൻ്റ് അനുഭവങ്ങൾ, അവസ്ഥകൾ ഞാൻ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും. ആ അനുഭവം ഒരു പാഠമാക്കിയിട്ട് നമ്മൾ മൂവ് ചെയ്യുകയും ചെയ്ത പൊളി മാർക്കറ്റാണ്, പൊളി കണ്ടീഷൻ. വെയിൽസിൻ്റെ അണ്ണാക്കിലേക്ക് ഒരിക്കലും പോകരുത്. അതെന്ന് പറഞ്ഞാൽ വെയിൽസിൻ്റെ അണ്ണാക്കിലേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ 89K നമ്മൾ കണ്ടു, 89 കണ്ട് നമ്മൾ 104 കണ്ടു, ഇന്നിൻ്റെ രാവിലെ നോക്കുമ്പോൾ 99K കാണുന്നു, 99K കാണും, നമ്മൾ ഇന്ന് കുറച്ച് കഴിയുമ്പോൾ 109K കാണും. ഇത് ആരെയാണ് ഇവർ കളിയാക്കുന്നത്, ആരെയാണ് ഇവർ പൊട്ടക്കളി കളിപ്പിക്കുന്നത്? ഹെവി ലിവറേജ് ട്രേഡേഴ്സിന്. എന്തിനാണ് ട്രംപിൻ്റെ കോയിൻസ് വന്നപ്പോൾ എല്ലാ USDT എല്ലാ ബിനാൻസും ബൈബിറ്റ് ഏത് എക്സ്ചേഞ്ച് ബേ എന്തിനാ ഫ്യൂച്ചർ ട്രേഡ് ബേ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്? അവർക്ക് നിങ്ങൾ ചിന്തിച്ചുകൂടെ, നിങ്ങൾക്ക് ഒരു കാര്യം ചിന്തിച്ചുകൂടെ, നിങ്ങൾക്ക് ഈ ഫ്യൂച്ചർ ട്രേഡ് നിൽക്കുമ്പം എല്ലാവരും 10x ഇടുന്നു, അതിങ്ങനെ കയറി പോകുന്ന എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടുന്നു, എക്സ്ചേഞ്ചുകാർക്ക് നടക്കോ? അവർ പൂട്ടിപ്പോവില്ലേ? അവരെല്ലാവരെയും ആവേശം കയറ്റിയിട്ടാണ് അവർ ഇതേപോലുള്ള മാനിപ്പുലേഷൻ നടത്തുന്നത്. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് എന്താ ചെയ്യുക, ചിലപ്പം ഈ പറയുന്ന ലോസ് ആഞ്ചലസിൻ്റെ വൈൽഡ് ഫയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രീൻലാൻഡിനെ പറ്റിയിട്ടായിരിക്കും എന്തെങ്കിലും പറഞ്ഞിട്ടാണ് ഞാൻ ഡംപ് ചെയ്യുന്നത് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇവരെ ഒരു വാങ്ങി അല്ലെങ്കിൽ മിലേനിയ എന്ന് പറഞ്ഞാൽ ആ മറ്റേ മീം കോയിൻ ഇറക്കിക്കൊണ്ടാണ് ഡംപ് ചെയ്യിപ്പിക്കുന്നത്. കുറച്ചും കൂടി തരംതാണ ഡംപിങ്ങാണ് ഇന്നലെ നടന്നത്. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു സാമൂഹ്യ സേവനം പോലുള്ള രീതിയിലേക്ക് സെല്ല് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു രീതിയിലേക്ക് ഡംപിങ് മാറുമെന്ന് കരുതിയെങ്കിൽ, അതേസമയത്ത് ഇനി ഈ ട്രംപിൻ്റെ കോയിൻ കുറയുന്നതാണോ? അങ്ങനെയല്ല, ഇങ്ങനെയുള്ള മാനിപ്പുലേഷൻസിലൂടെ ആയിരിക്കും നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ 75 20x ലോങ് ഇട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം 45-40 കുറഞ്ഞാൽ എന്തായാലും അത് വാനിഷ് ഔട്ട് ആവും. എങ്ങനെയും അത് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത്രയും ബില്യൺ കണക്കിന് വാനിഷ് ഔട്ട് ചെയ്തത് വീണ്ടും എക്സ്ചേഞ്ചുകൾ ഷെയർ ചെയ്തെടുക്കും. അവർ വീണ്ടും എല്ലാവരെയും ആവേശമാക്കി വിടും.
ഈ ഒരു പ്രക്രിയയിൽ നമ്മൾ വീണ് പോകരുത്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഫ്യൂച്ചർ ട്രേഡിലേക്ക് കടന്നു വരുന്നവരാണെന്ന് എനിക്കറിയാം, ആവേശമുള്ളവരാണെന്നറിയാം. ഇത് നല്ല ഓപ്ഷനാണ്. ബുൾ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ലോങ് ട്രേഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് അടിപൊളിയാണ്. പക്ഷെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് 3x മുകളിൽ ഒരു കാരണവശാലും നമ്മളിടരുത്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ XRPയും സോളും ഞാൻ ഗ്രൂപ്പിൽ ലോങ് ഇട്ടിരുന്നു. ഇത് ചിലപ്പോൾ ഫ്യൂച്ചർ ട്രേഡ് എന്താണെന്ന് അറിയാത്തവരുണ്ട്. നിങ്ങൾ ഉദാഹരണത്തിന് ഞാൻ XRPയും സോളും XRP 2.6, സെക്കൻഡ് എൻട്രി 2.3, സോള് 236, സെക്കൻഡ് എൻട്രി 194 ഞാൻ കൊടുത്തു. ആ സമയത്ത് ഞാൻ ഇട്ടതിന് ശേഷം 2.6 ശേഷം അവിടുന്ന് കുറഞ്ഞത് 1.9 2 എൻട്രിയും കിട്ടി. ആവറേജ് എൻട്രി എന്ന് പറയുന്നത് ഏകദേശം 2.45 ആയി. 3x ആണ് ഞാൻ ഇട്ടത്. അന്ന് പല 20x ഹെവി ലിവറേജ് ഇട്ടവരെല്ലാം XRPയിലെ ട്രേഡേഴ്സിനെല്ലാം അവർ വാനിഷ് ഔട്ടാക്കി. എന്നിട്ടാണ് അവർ 3.2 XRPനെ കയറ്റിയത്. സോളാണെങ്കിലോ, സോള് ഞാൻ ഇട്ടതിന് ശേഷം 170 വരെ കുറഞ്ഞിട്ടാണ് സോൾ എന്ത് ചെയ്യുന്നത് 290 വന്നത്. ഈ ഒരു പാഠം നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴും വേണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ മണി ഉണ്ടാക്കാൻ അവർ സമ്മതിക്കില്ല. പക്ഷെ നമ്മൾ ഗ്രീഡിയാണ് അവരുടെ കാലത്തും. അവർ നമ്മൾ ഈ കെഴുത്ത് കണ്ട, ഈ മറ്റേ ഗെയിം ഓഫ് ത്രോൺസ് കണ്ട നിങ്ങൾക്ക് ഈ മറ്റേ അൺസോൾഡ് ടീമിൻ്റെ തലയിൽ ഒരു കെഴുത്തിൻ്റെ ഇവിടെ ഒരു സാധനം ഉണ്ടാവും. ഈ സാധനത്തിൽ ഈ പറയുന്ന ഒരു മെയിൻ വില്ലൻ്റെ ഗെയിം ഇതുണ്ടാവും. മൂപ്പർ ഇതിങ്ങനെ മാറ്റുന്നതനുസരിച്ച് അത്രയും ഗ്രൂപ്പ് ഓഫ് വലിയ അൺസോൾഡ് അവിടെ ഒരു ആർമി ഉണ്ട് അവിടെ. പക്ഷേ ഈ ഒരു ബലത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, എൻ്റെ ആ അൺസോൾഡ് ടീമിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ ഡെനേഴ്സ് വന്നിട്ട് ഈ സാധനം പറിച്ച് ചാടിയിട്ട് അവർ ഫ്രീ ആക്കി എന്ന് പറയുമ്പോഴാണ് അവർക്ക് ശരിക്കും അവരുടെ സ്ട്രെങ്ത്ത് മനസ്സിലായി. നമ്മുടെ ഉള്ളിൽ ഒരു കഴുത്തിൽ ഉള്ള ഒരു കയറാണ്, ഈ പറയുന്ന ഒരു ചങ്ങലയാണ് ഈ ഗ്രീഡി എന്ന് പറയുന്നത്. ഇതാണ് വെയിൽസിന് നമ്മളെ പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഈ ഒരു ചങ്ങല വെച്ചിട്ടാണ് അവരിങ്ങനെ നമ്മളെ പിടിക്കുന്നത്. അതെപ്പോഴും ന്യൂബീസ് ആയിരിക്കും. ചിലപ്പോൾ ഈ ഗ്രീഡിയിൽ മാറി വരും ചില ആൾക്കാർക്ക്. അദ്ദേഹം പറയും ഓൾറെഡി $1000 $2000 ലോസ് സംഭവിച്ചതിന് ശേഷമാണ് ഞാൻ ഗ്രീഡിയിൽ നിന്ന് രക്ഷ നേടിയത്. എന്താ കാര്യം? ഇനി അത് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മൾ വീണ്ടും പഴയ പോലെയാവും. അങ്ങനെയൊന്നും ആക്കാൻ നിൽക്കണ്ട. മനുഷ്യ സഹജമായി എപ്പോഴും നിൻ്റെ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള ഈ പറയുന്ന ആ ഒരു പവർ, വെയിൽസിന് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പവർ 89-109Kയിലേക്ക് ഇന്ന് വന്നത്. നമ്മൾ $20,000 ഗ്രോത്താണ് കണ്ടത്. 89 സമയത്ത് എത്ര നമ്മൾ പേഴ്സണലി 10K ഞാൻ പബ്ലിക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാ ട്രേഡും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നുണ്ട്. അതിലൊരു കളങ്കവോ ഒന്നുമില്ല. ഇപ്പം 10Xലെ ഷെയർ അടക്കം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതായത് 97 ലോങ് ഇട്ട് 89 ലോങ് ഇട്ട്, ഈ 2 ലോങ്ങും ഇന്നിപ്പോൾ 109 നിൽക്കുമ്പോൾ നല്ല പ്രോഫിറ്റ്. എന്തുകൊണ്ട് പ്രോഫിറ്റ്? 97Kയിൽ ഞാൻ 3x ഇട്ടുകൊണ്ടാണ് എനിക്ക് 89K മാനേജ് ചെയ്യാൻ പറ്റിയത്. 3xയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രീഡിനെസ് കുറക്കുന്നതോടുകൂടി നമ്മളെ വെയിൽസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വെയിൽസ് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ പോകാൻ കഴിയില്ല. ഒരു ശക്തി കേന്ദ്രമുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് നമ്മളെ മേൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വിഷയം വളരെ ഞാൻ നിരന്തരമായിട്ട് പബ്ലിക് ഗ്രൂപ്പിലായാലും പ്രീമിയം ഗ്രൂപ്പിലായിട്ട് പറയുന്നൊരു വിഷയമാണ്. ഇത് നമ്മളുടെ 3x പറഞ്ഞാലും 6x 7x എന്ന് പറഞ്ഞിട്ട് അത് ഇരട്ടിയായി 3xൻ്റെ. നിങ്ങൾക്കത് ചെറുതായി തോന്നുമായെങ്കിലും ആ ഒരു ലെവലിൻ്റെ ഇരട്ടിയായി. അപ്പോൾ നിങ്ങൾക്ക് ഇരട്ടി ചാൻസ് ഓഫ് ലിക്വിഡേഷനാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ചില ആൾക്കാർ, ഉദാഹരണത്തിന് ഹെവി എമൗണ്ട് ഉള്ളവരുണ്ടാവും, അതായത് ട്രേഡ് ചെയ്ത് ഹെവി മെൻറ്റാലിറ്റി ഉള്ളവരുണ്ടാവും. അവർക്ക് ചിലപ്പം ലിക്വിഡേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഹെവി എമൗണ്ട് ഉള്ള ഒരാൾക്ക് BTC ഒരു ബിലോ 60Kയിൽ ലിക്വിഡേഷൻ വെച്ച് കഴിഞ്ഞാൽ ഓനിക്ക് 100 ഓൻ എന്തും ചെയ്യാം ഓനിക്ക്. കാരണം ഓനിക്ക് അവിടെ ഒരു ബാക്കപ്പ് എമൗണ്ട് ഉണ്ട്. നമ്മൾ സാധാരണക്കാരനായ രീതിയിലേ പോകണ്ടു. നമ്മൾ ഒരു ദിവസം കൊണ്ട് ക്രിപ്റ്റോ മാർക്കറ്റിൽ വന്ന് ഞാൻ പറഞ്ഞ പോലെ പൈസക്കാരൻ അങ്ങനെ ചിന്തിക്കുക. ട്രംപിൻ്റെ കോയിൻ മിസ്സായി, അതിന് നമ്മൾ നെഞ്ചത്തടിച്ച് എന്തിന്? ട്രംപിൻ്റെ കോയിൻ മിസ്സാകുന്നതിൻ്റെ കൂടെ തന്നെ 60% നോർമൽ അല്ലെങ്കിൽ 80% നോർമൽ പീപ്പിളിനും ലോസ് ആകേണ്ടത്. ആർക്കും ഇത് കിട്ടിയത് ഫുൾ വെയിൽസാണ്. കാരണം എന്തുകൊണ്ടാണ്? ഉദാഹരണം ഞാൻ പറയാം. 8 നിങ്ങൾ 20 ട്രംപ് കോയിൻ വാങ്ങിയ ഒരാൾ, ഒരു നോർമൽ മെൻറ്റാലിറ്റിയുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം അയ്യോ ഞാൻ ഗ്രീഡി ആവുന്നുണ്ടോ, ഒരു കാര്യം ചെയ്യാം 25 വിറ്റേക്കാം. 25 വിൽക്കുമുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ 40 ഞാൻ എന്ത് പണിയാണ് കാണിച്ചത്, ഞാൻ ചെയ്തത് എന്തിന് ഗ്രീഡി? ഇത് വലിയ രീതിയിലേക്ക് പോകും. 45 വാങ്ങും, എന്നിട്ട് ഗ്രീഡി ആവണ്ടെന്ന് വെച്ചാൽ 60 വിറ്റിട്ട് 70 വാങ്ങും, എന്നിട്ട് നോക്കുമ്പോൾ 40 പോകും. അപ്പോൾ വീണ്ടും ബേസ് അല്ലേ ചെയ്യും. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് മെൻറ്റാലിറ്റി നമ്മളെ ഇടയിൽ ഉണ്ടാവും. അത് മാറാൻ കുറച്ച് ടൈം എടുക്കും.
അത് മാറ്റണം എന്നുള്ള ദൃഢനിശ്ചയത്തിലോട് കൂടി നോട്ട്സിൽ എഴുതണം. ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ എല്ലാ മിസ്റ്റേക്കും നിങ്ങളുടെ ഫോണിൽ നോട്ട്സിൽ എഴുതി വെക്കണം. ഓരോ ഡിപ്പ് ഡേയും എഴുതി വെക്കണം. 12-ാം തീയതി അല്ല 13-ാം തീയതി 89 പോയിട്ട് മാർക്കറ്റ് നേരെ 104 കയറി. XRP 1.8 കയറിയതിന് ശേഷം 3.2 കയറി. പല ബാഡ് ന്യൂസും അന്ന് വന്നു. 89 കുറയുന്ന സമയത്ത് വന്ന ബാഡ് ന്യൂസ് ഇതാണ്. ഏത് US സിൽക്ക് റാലി സെൽ ഓഫ് ചെയ്യുന്നു എന്നുള്ള ബാഡ് ന്യൂസ്. എന്നിട്ട് ഞാൻ 104 ആവുമ്പോൾ ആ ന്യൂസ് സെർച്ച് ചെയ്തു. ആരും ഒന്നും സംസാരിക്കുന്നില്ല. പലരും ബുള്ളിഷ് ന്യൂസാണ് സംസാരിക്കുന്നത്. അടുത്ത എഴുതുക. പെട്ടെന്ന് തന്നെ ട്രംപ് ഇനോഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ട്രംപ് കോയിൻ ഇറക്കി. ഇന്നത് സംഭവിച്ചു, മാർക്കറ്റിൽ ഇന്നൊക്കെ സംഭവിച്ചു. എഴുതി വെക്കണം. നിങ്ങൾക്ക് വെറുതെ അല്ല, ഇതൊരു പണിയും കൂടിയാണ്. നമ്മുടെ സെക്കൻഡ് പണിയാണിത്. ആ സെക്കൻഡ് പണിയെ സെക്കൻഡ് പണിയായിട്ട് മാത്രം കാണുക. അതിൽ സമയം കണ്ടെത്തുക. ഇൻസ്റ്റഗ്രാം റീൽ എടുക്കുക, പറയുന്ന ബൈബിറ്റ് നോക്കുക, അങ്ങനെ ആ സമയത്ത് ബൈബിറ്റ് നോക്കുമ്പോൾ അന്നത്തെ സംഭവം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എഴുതി വെക്കുക. 13-ാം തീയതി ഇങ്ങനെ സംഭവിച്ചു, അതിനുശേഷം 14-ാം തീയതി മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഒട്ടാകെ മാറി. എനിക്കുണ്ടായ പ്രശ്നം 13-ാം തീയതി ഞാൻ പേടിച്ചിട്ട് എൻ്റെ സ്പോട്ട് സെല്ല് ചെയ്തു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത് ഫസ്റ്റ് റീട്രേസ് പോലെയാണ് എനിക്ക് തോന്നിയത്. ട്രംപ് വന്ന സമയം ഇന്ന് സംഭവിച്ചു. ഇതെല്ലാം എഴുതി കഴിഞ്ഞാൽ ഒരു ഡിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലാങ്ക് ആവും. ബ്ലാങ്ക് ആകുമ്പോൾ നമ്മൾ കഴിഞ്ഞ സംഭവങ്ങൾ നോക്കും. ഓ, ഇതിങ്ങനെയാണല്ലോ, സെയിം പാറ്റേൺ ആണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഇന്നത് ചെയ്യണ്ട, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ചെയ്യണ്ട. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്ക്. നമ്മൾ ഈ പറയുന്ന സിസ്റ്റമാറ്റിക് രീതികൾ ചെറിയ ചെറിയ, ഇപ്പോൾ അറ്റോമിക് ഹാബിറ്റേറ്റ് പോലെ തന്നെയാണ്. നമ്മൾ ചെറിയ ചെറിയ നമ്മുടെ ഈ ഹാബിറ്റുകളില്ലേ, നമുക്ക് വലിയ ഗുണം ചെയ്യും. അതുകൊണ്ട് അതെന്തായാലും ചെയ്യുക. ഒരു 2 മിനിറ്റിൻ്റെ പണിയുണ്ടാവും. ഒന്നുമില്ല, നിങ്ങൾക്ക് എഴുതുന്ന പോലെ 13-ാം തീയതി മാർക്കറ്റ് ബാഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു കുത്തിക്കുറിക്കുക. അത് വലിയധികം യൂസ്ഫുൾ ആകും എന്ന് പറയാം. അപ്പോൾ എക്സാമിൻ്റെ കാര്യം ഇന്നലെ എനിക്ക് റിസൾട്ട് വന്നതും കൂടി ഞാൻ പ്രത്യേകം ഗ്രൂപ്പിൽ പറഞ്ഞു. നല്ല റിയാക്ഷൻസ് ഉണ്ടായിരുന്നു, വളരെ സന്തോഷമുണ്ട്. അത് ഈ സമയത്ത് പറയണം തന്നെ ഉണ്ട്. കാരണം എക്സാമിനെ ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ പബ്ലിക് ഗ്രൂപ്പിലിട്ട് നമുക്ക് ഒരുപാട് തവണ അത് പറയണമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 13-ാം തീയതി മാർക്കറ്റ് കറക്ഷൻ എന്ന് പറയുമ്പോൾ 10-ാം തീയതി തൊട്ടിട്ട് 8-ാം തീയതി തൊട്ട് മാർക്കറ്റ് കറക്റ്റ് തുടങ്ങി. അതായത് 100 കഴിയുന്ന 97, 98, 94, 93 പറഞ്ഞിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഡിപ്പ്. എൻ്റെയാണ് എക്സാമിൻ്റെ മെയിൻ ടൈമും. ഞാനിങ്ങനെ നമ്മളെങ്കിൽ എത്ര ട്രേഡ് എന്ന് പറയുക, 7 ട്രേഡ് റണ്ണിങ് വന്ന ആ സമയത്ത് 7-6 ട്രേഡ്, XRP സോൾ അടക്കം, ആൽഗോ, ഡോട്ട്, പല ട്രേഡ് റണ്ണിങ്. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണഗതിയിൽ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ മനുഷ്യ സഹജമായൊരു ബേജാറ് കാരണം എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. അതായത് ഇങ്ങനെ എന്താ ചെയ്യുന്നത്. അന്ന് ഞാൻ നോക്കുമ്പോൾ 2-3 ദിവസം ഒരാളും മെസ്സേജ് അയക്കുന്നില്ല. ഞാൻ ചല്ല, ഇതെന്താണ് സംഭവം, ആർക്കും ബേജാറില്ലേ? ഇത് ഞാനിടയ്ക്ക് ഗ്രൂപ്പിൽ വോയിസ് ഇടാൻ തുടങ്ങി. നിങ്ങൾ ബേജാറാവണ്ടേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എക്സാം ആയിട്ടാണ്. എന്നിട്ട് പോലും ഒരാളെന്ന് പറഞ്ഞാൽ പബ്ലിക് ഗ്രൂപ്പിലെ ആളും പ്രീമിയം ഗ്രൂപ്പിൻ്റെ ആളും പ്രത്യേകിച്ച് പറയേണ്ടത്, ആരും മോട്ടിവേഷൻ തരുമെന്ന് എനിക്ക്, മാർക്കറ്റ് ഇപ്പം നോക്കണ്ട, നിങ്ങൾ എക്സാം എഴുതും. ആ മനസ്സിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. അത്രയും നല്ല മനസ്സിൽ നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്താനുള്ള ശേഷിയുണ്ട്. നമ്മൾ ആ ഗ്രീഡി മാറ്റി വെക്കുക. അത് എല്ലാവർക്കും ഉണ്ടാവും തന്നെ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിരന്തരമായിട്ട് മാർക്കറ്റിനെ കണ്ടും ഇതുമാക്കുമ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ളവരുടെ അനുഭവങ്ങളിലൂടെ മാറുമ്പോൾ എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല. 100% ഞാൻ പറയാം, എനിക്കത് പേഴ്സണലി കൺട്രോൾ ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ കോൺഫിഡൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് എനിക്ക് പറ്റിയത് കൊണ്ടാണ് എനിക്കും കൂടി അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളോട് കൺട്രോൾ ചെയ്യാൻ പറ്റിയ കാര്യമില്ല. എനിക്ക് ട്രംപിൻ്റെ കോയിൻ കാണുമ്പോൾ 25 കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറയാമല്ലേ, എനിക്ക് ചിലപ്പോൾ ഗ്രൂപ്പിൽ ചാർജെല്ലാം എടുത്തിട്ട് അവിടെ റിസ്ക് എടുക്കാം. ഇത് വെറുതെ വേണമെങ്കിൽ അവിടുത്തെ 10x ഇടാം, പോകുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ അത് ഞാൻ നിങ്ങളോട് പറയുന്ന മൂല്യങ്ങൾക്കെതിരാണെന്നുള്ളത് കൊണ്ടാണ് ആ മൂല്യത്തിനെതിരെ ഞാൻ മൂവ് ചെയ്യാതിരുന്നത്. ഇത് വെയിൽസിൻ്റെ കളികളാണ്, ശരി തന്നെ. ട്രംപ് കോയിൻ ഗെയിൻ ചെയ്യും, പക്ഷേ ഏത് നിമിഷം ഇവർ നേരെ പകുതിയാക്കും എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അതൊരു വാക്ക് മതി. ഞാൻ സെൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ബൈ ഇതാക്കുന്നു, ഞാൻ US വേണ്ടി അത് മാറ്റി വെക്കുന്നു. ഒരു വാക്ക് പറയുമ്പോൾ തന്നെ നമ്മളെ അറിയുന്ന മുമ്പേ ഓരോ പരിപാടി തീർത്തിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഫണ്ടമെൻ്റൽസ് തന്നെയാണ് എന്ത് മീം കോയിൻസ് വന്നാലും. ശരിയാണ്, ഷോർട്ട് ടേം അതിനെ എഫക്റ്റ് ചെയ്യും, മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരാൾ വന്നിട്ട് മീം കോയിൻസ് കൊണ്ടുവരുമ്പോൾ അതിന് വലിയ ഹൈപ്പ് ഉണ്ടാകുമ്പോൾ ഷോർട്ട് ടേം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ക്രിപ്റ്റോ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ബാഡാണ് ശരിക്കും. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ ഇപ്പോൾ മിസ്റ്റർ ബീസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു ഇലോൺ മാസ്ക് പറയുന്നു ഇന്ന കോയിൻ, അങ്ങനെ എല്ലാവരും ഒരു കോയിൻ എടുത്ത് എന്തുകൊണ്ട് ഫണ്ടമെൻ്റൽ കോയിൻസിനെ കൊണ്ട് അർത്ഥമില്ലാണ്ടായി പോകും. പിന്നെ അതിനൊരു ബേസിക് ഇല്ലല്ലോ, ആര് പറയുന്ന കോയിൻസും കയറും എന്നുള്ളത്. പക്ഷെ ഇന്നലെ അത് നേർപകുതിയാവുമ്പോൾ നമുക്ക് നൽകിയ പാഠം എന്താണെന്ന് വെച്ചാൽ, അൾട്ടിമേറ്റ് ഫണ്ടമെൻ്റൽസിന് പവർ ഉണ്ട്.
കാരണം ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ അത് നേർപകുതിയാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻറ്റ്. ഇപ്പോൾ ബിറ്റ് കോയിന് ഇവഞ്ച്വലി പല കറക്ഷൻസ് ഫേസിലൂടെ പോകുന്നുണ്ട്. ഞാൻ ഇന്നലെ ഷെയർ ചെയ്ത പോലെ 12 വർഷം 13 വർഷത്തിനാണ് 3 വർഷം അതിനൊരു കറക്ഷൻ ഫേസ് ഉണ്ടായിട്ടുള്ളൂ. ഇവഞ്ച്വലി അത് ഗ്രോത്താണ്. അപ്പോൾ അല്ലെങ്കിൽ ഇത്തീരിയം പോലുള്ള കോയിൻസുകളിലൊക്കെ ഏത് കോയിൻസിലായാലും ഒറ്റയടിക്ക് അതിനെ പകുതിയാക്കാൻ പറ്റണമെങ്കിൽ അതില്ലാണ്ടാവുന്ന ന്യൂസേ വരണം. അല്ലാണ്ട് ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരു മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ നേർപകുതിയാക്കാൻ പറ്റുന്നില്ല എന്നതിൽ ഫണ്ടമെൻ്റൽസിൻ്റെ മുഖ്യമായ ഒരു കാര്യം. പിന്നെ ബുൾ മാർക്കറ്റിൻ്റെ സമയത്ത് മീമിനെ കൊണ്ടുള്ള കളികൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അന്നേരം നമുക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ബുൾ മാർക്കറ്റ് സമയത്ത് മീം ഇങ്ങനെ പറക്കുന്ന കാണുമ്പോൾ ആരെല്ലോ ഇടുന്ന മീമൊക്കെ വളരെയധികം കയറുന്ന സമയത്ത് അന്ന് ഷിബ ഇന്നു പോലുള്ള കോയിൻസൊക്കെ സജീവമായി വരുന്നത്രേ. അന്ന് പല കോയിൻസുകളുണ്ട്. അന്നേരം നമ്മൾ ചർച്ച ചെയ്ത് അത് ക്രിപ്റ്റോ മാർക്കറ്റിനെ വല്ലാണ്ട് ബാധിക്കൂലെന്നൊക്കെ. അൾട്ടിമേറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇന്നലെ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഈ ട്രംപ് എന്ന് പറയുന്ന ഈ കോയിനിലെ പ്രോഫിറ്റ് എടുത്തിട്ട് എത്തീരിയം ടോപ്പ് മെയിൻ കോയിൻസിലേക്ക് മാറുന്നു എന്നുള്ളതും ഒരു കോൺഫിഡൻറ്റ് നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് ഗുണം ചെയ്യുമായിരിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാത്തിൻ്റെ ബാക്കിൽ പോകരുത്. നമ്മൾ പ്രൊഫഷണൽ ആവണം. നമുക്ക് ചിലത് മിസ്സാവും, ആയിക്കോട്ടെ, 3 എണ്ണം വരും. ചില മാർക്കറ്റ് കണ്ടീഷൻസ് കണ്ടില്ലേ, മാർക്കറ്റ് ഡൗൺ ആവുന്നു, ചിലരുടെ അപ്പാവുന്നു, നമുക്ക് എത്ര പ്രോഫിറ്റ് നൽകുന്നു. നമ്മളെപ്പോഴും സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഫ്യൂച്ചർ ട്രേഡ് ആണോ സ്പോട്ടാണോ, ഞാൻ സിസ്റ്റമാറ്റിക് ആണ്. മാർക്കറ്റ് ഡൗൺ കിട്ടി, എൻ്റെ സ്പോട്ട് ആവറേജ് നോക്കി ഞാൻ ഇതിനെ വാങ്ങി അത് ആവറേജ് ചെയ്യുന്നു, ഞാൻ സിസ്റ്റമാറ്റിക് ആവുന്നു. എങ്ങനെ ആവറേജ് ചെയ്യുന്നു, അതൊരു ചോദ്യമാണ്. എങ്ങനെ നമ്മൾ ആവറേജ് ചെയ്യുന്നു? എൻ്റെ കടം വാങ്ങിയിട്ടല്ല, എൻ്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്തിട്ട്. അതായത് ഞാൻ ഇന്നലെ ഒരു 10 സിഗരറ്റ് വലിച്ചു, ഇന്ന് ഞാൻ ഒരു 3 സിഗരറ്റിലൂടെ ഒതുക്കിയിട്ട് ആ പൈസ ഞാൻ ഇതിലേക്ക് മാറ്റുന്നു. അല്ലെങ്കിൽ അനാവശ്യമായി ഇന്ന രീതി ചെയ്യുന്നുണ്ട്, അത് ഞാൻ ആവറേജ് ചെയ്യുന്നു. മാർക്കറ്റുകൾ നമുക്കൊരു ബുൾ മാർക്കറ്റ് ഫേസിൽ ആവറേജ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ആവറേജ്. പിന്നെ നമ്മളിത് ഒരുമിച്ച് ബുക്ക് ചെയ്യും, അതിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് ഇല്ല. അതിപ്പോൾ ബുൾ മാർക്കറ്റ് പീക്ക് എത്തിയോ അത് ഇങ്ങനെയായോ അതൊന്നും ഒരു ചോദ്യമേ ഇല്ല. ബുക്കിങ് തന്നെ. അത് ഒരു ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യപ്പെടും, പ്രത്യേകിച്ച് പ്രീമിയം മെമ്പേഴ്സിനോടായാലും നിങ്ങളോട് നമുക്ക് ആ രീതിയിൽ സംസാരിച്ചതിന് ശേഷം എന്ത് ചെയ്യപ്പെടാം, ബുക്കിങ്ങിന് ശേഷം നമ്മൾ പതിയെ വാച്ച് ചെയ്യും. ഞാൻ ഇപ്പോഴും പറയാം, നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഒരു മാർക്കറ്റ് ഈ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവും. അന്ന് കരുതി വീണ്ടും ബൈ ചെയ്യാൻ നിൽക്കരുത്. ട്രംപ് ഒരു ഉദാഹരണമായിട്ട് കൂട്ടിയാൽ മതി കോയിന്. അതായത് 45 ബുക്ക് ചെയ്ത ഒരാൾ ട്രംപിൻ്റെ കോയിന് 83 വരെ പോകുന്ന കണ്ടിട്ട് ഷടാ 83 വരെ നേരെ ഇരട്ടി ആയല്ലടാ ഈ സാൻഡ അന്ന് ബുക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ടല്ലേ, അല്ലെങ്കിൽ 83 കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അമ്മ 83 സെല്ല് ചെയ്യോ, നമ്മൾ വീണ്ടും 20 സെല്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ ചെറിയ ചെറിയ സെല്ലിങ് മിസ്റ്റേക്ക്, പ്രോഫിറ്റിലാണോ ഒന്നും റിഗ്രറ്റ് വരരുത്. അതായത് ഇപ്പോൾ ഉദാഹരണം ഇന്നലെ ട്രംപിന് $2000 പ്രോഫിറ്റ് കിട്ടി, അദ്ദേഹം ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിലാണോ, 100ൻ്റെ മുകളിലോ 60ൻ്റെ മുകളിലോ പ്രോഫിറ്റാണോ, ഹാഫ് ബുക്ക് ചെയ്തേക്കണം. ഇനിയും അവസരം വരും നമുക്ക്. എന്നിട്ട് ബൈയിങ്ങിലേക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുക, ബാക്കി റൺ ചെയ്യുക. പോകുന്നുണ്ടെങ്കിൽ പോട്ടെ, കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. എന്നിട്ട് ഓരോ ഹൈക്ക് അനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയേ പറ്റൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യപ്പെടും, വെയിൽസ് ഈ അൺസോൾഡ് സാധനം വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യും. നമ്മൾ അൺസോൾഡ് ആവേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ നല്ലൊരു പുരുഷനായി നിൽക്കേണ്ട അല്ലെങ്കിൽ ഒരു സ്ത്രീയായി നിൽക്കേണ്ട ആൾക്കാരാണ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ബൈ.